പി.വി. അൻവർ എം.എൽ.എ ഇപ്പോൾ തവനൂർ ജയിലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിൽ നിന്നാണ് അദ്ദേഹത്തെ തവനൂരിലേക്ക് എത്തിക്കുന്നത്. നിലമ്പൂരിൽ നിന്നാണ് പോലീസ് വാഹനം ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത്. തവനൂർ ജയിലിലേക്കാണ് അദ്ദേഹത്തെ എത്തിക്കുക. നിലമ്പൂരിൽ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കിയപ്പോഴാണ് അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിരിക്കുന്ന പി.വി. അൻവർ എം.എൽ.എക്കെതിരെ ചുമത്തിരിക്കുന്ന പൊതുമുതൽ നശിപ്പിച്ചു, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, വകുപ്പുകളൊക്കെ ചുമത്തിയായിരുന്നു പോലീസിന്റെ നടപടി. ഇന്ന് രാത്രിയോടെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് തിരക്കിട്ട നീക്കങ്ങൾ ഉണ്ടായത്. വലിയ പോലീസ് സന്നാഹം പി.വി. അൻവർ എം.എൽ.എയുടെ വീട്ടിലേക്ക് എത്തുന്നു. 4-5 വാഹനങ്ങളിലായി പോലീസ് എത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ പോലീസ് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് നേരിട്ട് പി.വി. അൻവറെ മജിസ്ട്രേറ്റിൻ്റെ വസതിക്ക് മുന്നിലെത്തിച്ചു. അദ്ദേഹത്തെ വസതിക്ക് മുന്നിലെത്തിച്ചപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കുറച്ചധിക സമയത്തേക്ക് ആ സംഭാഷണം നീണ്ടുപോയപ്പോൾ DYSP വന്ന് ഇടപെടുന്നുണ്ടായിരുന്നു. അതിൽ പി.വി. അൻവർ എം.എൽ.എ DYSPയോട് കയർക്കൊന്നും ഉണ്ടായിരുന്നു. കാര്യത്തിൽ അദ്ദേഹം ഇടപെടൽ വേണ്ട എന്നിങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തുന്നുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. പി.വി. അൻവർ എം.എൽ.എയെ നിലമ്പൂരിൽ നിന്നിപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ മാത്രമേ ജാമ്യാപേക്ഷ നൽകുകയുള്ളൂ. നാളെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകും. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ നഷ്ടപരിഹാരം അത് കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ജാമ്യം നൽകുകയുള്ളൂ. ഏതായാലും വലിയ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ, പി ശശിക്കെതിരെ, M.R. അജിത് കുമാറിനെതിരെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പി.വി. അൻവർ എം.എൽ.എ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസിന്റെ നടപടി. പോലീസ് തലപ്പത്തെ കൃത്യമായ നിർദ്ദേശം വന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയത് എന്നിങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ പി.വി. അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പ് ഒന്നടങ്കം പി.വി. അൻവറിന്റെ അറസ്റ്റിനെതിരെ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തല, കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ ഒട്ടേറെ നേതാക്കൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിനെ, പോലീസിൻ്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. വിപിൻ സി വിജയൻ വിവരങ്ങൾ വച്ചിരുന്നു. വിപിൻ, ഇപ്പോൾ എവിടെയെത്തി പോലീസ് വാഹനം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിപിൻ? ഇതാ ഇപ്പോൾ യാത്ര ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക്. അതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ നാളെ ജാമ്യത്തിലേക്ക് എടുക്കുന്നതിലേക്കുള്ള നടപടികൾ നാളെ രാവിലെ തന്നെ അത് ആരംഭിക്കുകയും ചെയ്യും. ഈ ജാമ്യം എടുക്കുന്ന ഘട്ടത്തിൽ പോലും അത് ഇന്ന് ലഭിക്കില്ല എന്നുള്ളത് പി.വി. അൻവർ എം.എൽ.എക്ക് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അതിന്റെ യാതൊരു വിധത്തിലുള്ള നീക്കവും അദ്ദേഹം നടത്തിയിട്ടില്ല. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അവര് പരമാവധി ഒരു സഹകരണം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ആയിരുന്നു വീട്ടിലേക്ക് എത്തിയതിനു ശേഷം. കാരണം പെട്ടെന്ന് ഒരു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നിലയിലേക്കായിരുന്നില്ല പോലീസ് ആ ഘട്ടത്തിൽ നീങ്ങിയത്. കാരണം ഡോക്ടർമാർ വരണം, എന്നെ പരിശോധിക്കണം എന്നുള്ളത് പി.വി. അൻവർ ആവശ്യപ്പെടുകയായിരുന്നു. ആ ആവശ്യത്തിന് പോലീസ് വഴങ്ങി. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം പോലീസുകാരെല്ലാം തന്നെ ആ വീട്ടിൽ കാത്തു നിൽക്കുകയും വീട് ചുറ്റും പോലീസ് വളഞ്ഞിട്ടും അവിടേക്ക് മറ്റാരും തന്നെ അങ്ങനെ കടക്കുകയോ അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥ ആ സമയത്ത് അവിടെ ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. സംഘർഷാവസ്ഥയിലേക്ക് ഇത് കടക്കുന്നത് പി.വി. അൻവർ എം.എൽ.എയെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ വാഹനത്തിന്റെ പുറകുവശത്ത് കയറ്റാൻ ശ്രമിച്ചതോടുകൂടിയാണ് ചെറിയ തോതിലെങ്കിലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുന്നത്. പോലീസുമായിട്ടുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് പ്രവർത്തകർ മാറുകയും ചെയ്തത്. അവിടെ നിന്നായിരുന്നു പിന്നീട് അറസ്റ്റ് ചെയ്ത് വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെയുള്ളതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള ഒരു വളരെ വേഗത്തിലുള്ള ഒരു മാറ്റം എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടോ ഒന്നും ചർച്ചയിലില്ലാത്ത ഒരു കേസായിരുന്നു. ഇന്നലെ കൃത്യം 6:45 കൂടിയാണ് ആദിവാസി യുവാവായുള്ള ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണിക്ക് ഒരു അപകടം പറ്റുന്നത്. അതിൽ ഒരു കാട്ടാന ആക്രമിക്കുന്നത്. അങ്ങനെ കാട്ടാന ആക്രമിച്ചതിന് ശേഷം ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വനം വകുപ്പിന്റെ ഒരു അലംഭാവമുണ്ട് എന്നുള്ളത് ഇന്ന് പി.വി. അൻവർ ആരോപിച്ചു. ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടി വളരെ വൈകുകയാണ്.
ഉണ്ടായത്. ഇന്നലെ രാത്രി എത്തിയ മൃതദേഹമാണ്. ഏകദേശം ഒരു ഉച്ചയോടെ സമയമായിട്ടും എന്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ഇത്ര വൈകുന്നു എന്നൊരു ചോദ്യം വന്നു. ഇവിടെ വീടുകളിലേക്ക് ഊരുകളിലേക്കുള്ള വഴിയിൽ അവിടെ അടിക്കാടുണ്ട്, അത് വെട്ടേണ്ടത് വനം വകുപ്പാണ്. അത് വനം വകുപ്പ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അപ്പോൾ ഇതൊന്നും തന്നെ ഒരു വലിയ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു വനം വകുപ്പിന്റെ PV അൻവർ ഇന്ന് ചെയ്തത്. അതൊക്കെ ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അതിനുശേഷം നേരെ ഈ DFO ഓഫീസിന്റെ മുന്നിലേക്ക് പ്രതിഷേധമായി എത്തുകയും അവിടെ കുത്തിയിരുന്നുകൊണ്ട് ഒരു മുദ്രാവാക്യം വിളിക്കുകയും ആണ് ചെയ്തത്. DFO വിഷയത്തിൽ കൃത്യമായി ഇടപെടണം. കഴിഞ്ഞ ഒരു 9 ദിവസത്തിനിടയ്ക്ക് 6 പേരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ അവരുടെ ജീവൻ കവരുന്ന സ്ഥിതി സംസ്ഥാനത്തുണ്ട്. എന്നിട്ടും എന്ത് നടപടിയാണ് എടുത്തത്? മൃഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുണ്ട്, എന്നാൽ മനുഷ്യന് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആളില്ല. അതിന് മാറ്റം വരണം. ഇതിൽ വനം വകുപ്പിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോർത്ത് DFO ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഈ പ്രതിഷേധ ധർണയും മാർച്ചുമാണ് പിന്നീട് സംഘർഷത്തിലേക്കും അക്രമാസക്തമാവുന്നതും ഒരു പറ്റം പ്രവർത്തകർ അകത്തേക്ക് കയറുകയും ചെയ്തത്. ഈ സമയത്ത് കൃത്യമായി പറഞ്ഞാൽ ആ സമയത്ത് PV അൻവർ ഫോൺ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്. പിന്നീട് ഉണ്ടായിട്ടുള്ള ഈ ഒരു 10 പേർ അതിൽ 3 പേർക്കെതിരെ കേസെടുക്കുന്നു. വൈകുന്നേരമാകുമ്പോഴേക്കും 11 കണ്ടറിയാവുന്ന 11 പേർക്കെതിരെ കേസ് വരുന്നു. അതിലെ 1-ാം പ്രതിയായി PV അൻവർ മാറുകയും ചെയ്യുന്നു. ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം തന്നെയാണ് ഈ കേസ് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇപ്പോൾ ജയിലിലേക്ക് സംസ്ഥാനത്തെ ഒരു MLA പോയിരിക്കുന്നു. അത് UDF-നെ സംബന്ധിച്ച് UDF ഇതൊരു നല്ല കീഴ്വഴക്കമല്ല എന്ന് ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ആ ഒരു സ്റ്റാൻഡാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ PV അൻവറുമായിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു രീതിയിലുള്ള ഒരു അറസ്റ്റ് എന്തിനായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ് UDF പ്രധാനമായും ഉയർത്തുന്നത്. സ്വാഭാവികമായും എല്ലാ തെളിവുകളും മുന്നിൽ വെച്ചുകൊണ്ട് തെറ്റ് ചെയ്തത് MLA ആയാലും അത് ആ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് CPM-ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കൾ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന വൃത്തങ്ങൾ അതിനുമായി നൽകുന്ന ഒരു വിശദീകരണം ഇപ്പോൾ വരുന്നത്. പോലീസ് സ്വാഭാവികമായും ഇതിന്റെ എല്ലാ നടപടികളും പാലിച്ചുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പാണ് ആ രീതിയിലേക്ക് ആണ് ആക്കിയിരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്, അല്ലെങ്കിൽ ADGP MR അജിത് കുമാറിന്റെ മേൽനോട്ടത്തിലാണ്. പിന്നീട് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ള പോലീസുകാരാണ് തനിക്ക് മുൻപിലുള്ളത്. അവർക്ക് പ്രത്യേകിച്ച് ഇതിൽ റോളൊന്നുമില്ല. അവിടെ നിന്ന് പറയുന്നത് എന്തോ അത് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ആളുകളാണ്. അവരത് ചെയ്യുന്നു, മടങ്ങുന്നു എന്നുള്ള ഒരു സ്റ്റാൻഡായിരുന്നു ആദ്യം PV അൻവർ എടുത്തത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് വരികയാണെങ്കിൽ അറസ്റ്റിന് എല്ലാ രീതിയിലുള്ള സഹകരണവും ഉണ്ടാകുമെന്നുള്ളതും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ രാഷ്ട്രീയപരമായി PV അൻവറിന് ഒരു ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു അറസ്റ്റാണ് ഇത് എന്നുള്ള ഒരു വിലയിരുത്തൽ നടത്തേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ യാത്രയിലൊക്കെ ഇപ്പോൾ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള ചർച്ചയൊക്കെ കോൺഗ്രസിൽ നടക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ UDF-നെ സംബന്ധിച്ച് തന്നെ നടക്കുന്നതേ ഉള്ളൂ. മുസ്ലിം ലീഗിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. പക്ഷെ അതിനൊന്നും തന്നെ ഒരു നടപടിയായില്ല. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് VD സതീശനുമായി ഉണ്ടായിരുന്ന ഒരു വാക്തർക്കം അത് വാക്പോരിലേക്ക് മാറുന്നു. പിന്നീട് അപ്പോൾ കോൺഗ്രസിലേക്കുള്ളൊരു വാതിലടഞ്ഞു എന്നുള്ള നിലയ്ക്കൊക്കെ ചർച്ചകൾ അവസാനിച്ചതാണ്. ഇപ്പോൾ അത് വീണ്ടും സജീവമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടാവുന്നതും PV അൻവർ ഇതിന് മാത്രമുള്ള ഒരു തെറ്റ് ചെയ്തോ എന്നൊരു ചോദ്യം UDF-നകത്ത് തന്നെ ഒരു സോഫ്റ്റ് കോർണർ രൂപപ്പെടുന്ന രീതിയിലേക്ക് ഇത് മാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം, താൻ പുറത്തിറങ്ങിയതിന് ശേഷം ഇതിനുള്ള മറുപടി ഉണ്ടാകും. താൻ വെല്ലുവിളിക്കുകയാണ്. 1 വർഷം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ PV അൻവർ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഒരു മാറ്റം ആ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് കരുതുന്നുണ്ട്. ഒരു DMK എന്നുള്ള പാർട്ടിയുടെ ലയനവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പല വിധത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ കാര്യങ്ങൾ നീക്കുന്നതിന്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷ്.